വിനോദസഞ്ചാര മേഖലയാകാൻ ഒരുങ്ങി വൈക്കം. കരിയാർ ആറ്റുതീരത്ത് സ്വകാര്യ സംരംഭകരുടെ നേതൃത്വത്തിൽ ആരംഭിച്ച ഭക്ഷണശാലയുടെ ഉദ്ഘാടനം മന്ത്രി വി.എൻ. വാസവൻ നിർവഹിച്ചു. വൈക്കം തോട്ടകത്ത് കരിയാർ ആറ്റുതീരത്ത് ഉത്തരവാദിത്ത ടൂറിസം പദ്ധതിയുടെ ഭാഗമായാണ് സ്വകാര്യ സംരംഭകരുടെ നേതൃത്വത്തിൽ ഭക്ഷണശാല ആരംഭിച്ചത്. വൈക്കത്തെ വിനോദസഞ്ചാര വികസനത്തിന് ആക്കം കൂട്ടുന്നതിനാരംഭിച്ച ഭക്ഷണശാലയുടെ ഉദ്ഘാടനം മന്ത്രി വി.എൻ. വാസവനും പുതിയ വഞ്ചി വീടിന്റെ ഫ്ളാഗ് ഓഫ് എം.എൽ.എ. സി.കെ. ആഷിയും നിർവഹിച്ചു. വൈക്കം നഗരസഭാ ചെയർപേഴ്സൺ പ്രീത രാജേഷ്, മുൻ എം.എൽ.എ. കെ. അജിത്, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ. രഞ്ജിത്ത്, മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ടി.എൻ. രമേശൻ, ത്രിതല പഞ്ചായത്ത് അംഗങ്ങൾ, സംരംഭകരായ കെ.സി. ജോസഫ്, എസ്.കെ. സാബു, മൈക്കിൾ ആഞ്ചലോ, പ്രദേശവാസികൾ തുടങ്ങിയവർ സംബന്ധിച്ചു. ലോക വിനോദസഞ്ചാര ഭൂപടത്തിൽ ഇടം നേടിയ വൈക്കത്തെ വിനോദസഞ്ചാര വികസനത്തിന് സഞ്ചാരികൾക്ക് കൂടുതൽ താമസ ഭക്ഷണ സൗകര്യവും ജലാശയങ്ങളിലെ സുരക്ഷിത യാത്രയ്ക്കായി കൂടുതൽ ഹൗസ് ബോട്ടുകളും എത്തിക്കുന്നതിന് സംരംഭകർക്കാകണമെന്ന് നഗരസഭാ ചെയർപേഴ്സൺ പ്രീത രാജേഷ് പറഞ്ഞു. വൈക്കം ഇപ്പോൾ അധികം ടൂറിസ്റ്റ് പ്ലേസുകളുണ്ട്, പക്ഷേ അത് നമ്മൾ അത്രയ്ക്ക് കണ്ട് മുന്നോട്ട് കൊണ്ടുവന്നിട്ടില്ല എന്നതാണ് ഇവിടുത്തെ ഒരു സത്യം. അതിൽ നിന്നും വ്യത്യസ്തമായി ഇവിടെ കായൽ ബീച്ച്, കേരളത്തിലെ ഏക കായൽ ബീച്ച്, അതുൾപ്പെടെയുള്ള സാധ്യതകൾ നമ്മുടെ മുന്നിലുള്ളപ്പോൾ നമ്മളത് നന്നായിട്ട് തന്നെ പരിപാലിച്ച് മുന്നോട്ട് കൊണ്ടുവരണമെന്ന് തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം. അവധിക്കാലത്ത് നാട്ടിലെത്തുന്ന വിദേശ മലയാളികളടക്കം നിരവധി പേരാണ് ചുരുങ്ങിയ ചിലവിൽ നടത്താവുന്ന ഈ ട്രിപ്പിന്റെ ഭാഗമാകുന്നത്. മുറിഞ്ഞപ്പുഴയും മുണ്ടാറും ഉൾപ്പെടുത്തി ടൂറിസം ശൃംഖല രൂപപ്പെടുത്തിയാൽ വൈക്കത്തെ ടൂറിസം മേഖല ഏറെ ശ്രദ്ധേയമാകുമെന്നും വിനോദസഞ്ചാര മേഖലയിൽ പ്രവർത്തിക്കുന്നവർ പറയുന്നു. ന്യൂസ് ബ്യൂറോ, വൈക്കം. റിങ്ങുകൾ 1 ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ, നെക്ലസുകൾ 9,000 രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ 1 ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിംഗ് സെറ്റുകൾ, കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും. മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്,